ഉന്നത കുലജാതർ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യണമെന്ന പരാമർശം പിൻവലിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തന്റെ പ്രസ്താവനയും വിശദീകരണവും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നുവെന്ന പ്രതികരണം. വേർതിരിവ് അകറ്റണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നും സുരേഷ് ഗോപി പറയുന്നു. നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതർ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസം ഉണ്ടാവും. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഈ കാലഘട്ടത്തിൽ ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഉന്നത കുലജാതർ മാത്രമല്ല, ഇപ്പം പിൻവലിക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. അതായത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, എന്റെ പ്രസ്താവനയും വിശദീകരണവും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നു എന്ന്. ഇഷ്ടപ്പെടാത്തോ ഇഷ്ടപ്പെടുന്നോ ഒന്നുമല്ല, എന്തുകൊണ്ട് അതിനെതിരെ വിമർശനം ഉണ്ടാകുന്നു, അത് എന്തുകൊണ്ട് നടത്താൻ പാടില്ലാത്തൊരു പരാമർശമാകുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായിട്ടല്ല, എപ്പോഴും ബോധ്യപ്പെട്ടിട്ടല്ലേ അദ്ദേഹം പിൻവലിക്കുന്നത്. അർജുൻ നോക്കൂ, അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പ്രസ്താവന, അതായത് രണ്ടാമതുള്ള വിശദീകരണവും മറുപടിയും വീണ്ടും ആരംഭിച്ചത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള പ്രസ്താവന കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതായത് അദ്ദേഹം ആദ്യത്തെ പ്രസ്താവന നടത്തിയപ്പോൾ അതിനോടൊപ്പം കൂട്ടിച്ചേർത്തതാണ് ഈ ഉന്നത അല്ലെങ്കിൽ മുന്നോക്ക വകുപ്പുകളിൽ ഈ ട്രൈബലിൽ നിന്നുള്ള അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവർ മന്ത്രിയാകണമെന്നുള്ള കാര്യം. പക്ഷേ നമ്മളടക്കമുള്ള മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അതടക്കം ഉള്ള അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രതികരണം തന്നെയായിരുന്നു കൊടുത്തത്. പക്ഷേ അത് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വിശദീകരണമായി അദ്ദേഹം നടത്തിയത് വയനാട്ടിലെയും അതുപോലെ അട്ടപ്പാടിയിലുമെല്ലാം തന്നെ ആദിവാസി സമൂഹത്തിലും ജനങ്ങൾക്കും അദ്ദേഹം നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ അവിടുത്തെ ആളുകൾക്കെല്ലാം തന്നെ അറിയാം, തൻ്റെ പ്രവൃത്തികൾ അറിയാം എന്നുള്ള കാര്യമായിരുന്നു അദ്ദേഹം വിശദീകരണമായിട്ട് മുന്നോട്ട് വെച്ച കാര്യം. പക്ഷെ ആ വിശദീകരണവും അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യവും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താൻ അത് പിൻവലിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ മുന്നോക്ക ജാതി ആളുകൾ അല്ലെങ്കിൽ മുന്നോക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിന് എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ള കാര്യമടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു, ഈ ന്യൂനപക്ഷ വകുപ്പും അല്ലെങ്കിൽ ആദിവാസി ക്ഷേമ വകുപ്പൊക്കെ പോലെ. പക്ഷേ അതിൽ പൂർണ്ണമായിട്ട് അദ്ദേഹം അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമായിട്ടൊരു കാര്യം തന്നെയാണ്. എന്തായാലും അർജുനിലേക്കാണ് മടങ്ങിയെത്ത. അർജുൻ, എത്രത്തോളം ലജ്ജാകരമായിട്ടുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയെന്നുള്ള ബോധ്യം അല്ലെങ്കിൽ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് ഈ തരത്തിലൊരു പിൻവലിക്കൽ പ്രസ്താവന നടത്തുന്നതിലൂടെ. ആ വാക്കുകൾ കേൾക്കാം സുരേഷ് ഗോപിയുടെ. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു ഉന്നത ജാതിയിൽപ്പെട്ടയാൾ ആദിവാസികളുടെ കാര്യം നോക്കാൻ വരണം. തൊട്ടുപിറകെ പറഞ്ഞു, മുന്നോക്ക ജാതികളുടെ പ്രശ്നം നോക്കാനായി ഒരു പിന്നോക്ക ജാതിക്കാരനെയും കൊണ്ടുവന്നിരുത്തണം. ഈ ഒരു വേർതിരിവ് നമ്മൾ മാറ്റണം, സംവിധാനത്തിൽ മാറ്റം വരണമെന്നാണ് പറഞ്ഞത്. നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരും മികച്ചതാണ്, ആരും മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു ചട്ടക്കൂടിനകത്തുനിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുക. ഇനി അത് ഇഷ്ടപ്പെട്ടില്ല, അതും ശരിയല്ല, ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു, ഇങ്ങനെ തന്നെ തുടരും. രാഷ്ട്രീയത്തില് ഒരംശമായ എനിക്ക് ഒരു വിഭാഗത്തിന് വേണ്ടി ഒരു കരുതൽ ഉണ്ടാവുമെങ്കിൽ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു, ഉറക്കെ പ്രഖ്യാപിക്കുന്നു, അത് ഗോത്രവർഗത്തിന് വേണ്ടി തന്നെയായിരിക്കും. അത് ചില പശ്ചാത്തലത്തിൽ ഇഷ്ടമില്ലായ്മക്കാരുടെ ഒരു ആയുധമാക്കി മാറ്റിയാൽ ആ ആയുധത്തിന്റെ മൂർച്ചയും മുനയും ഒടിഞ്ഞു വീഴും. അത് കർമ്മയായിരിക്കും. അതിൽ നിങ്ങൾ നശിച്ചു പോകാതെ സൂക്ഷിച്ചോളുക. അത്രേ എനിക്ക് പറയാനുണ്ട്. എന്തൊക്കെയാണ് മന്ത്രി പറയുന്നത്? ഇഷ്ടമില്ലാത്തവർ കേവലം അദ്ദേഹത്തിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുന്നതല്ല. ആ ഒരു വാക്ക്, ഉന്നത കുലജാതർ എന്ന വാക്കൊക്കെ ഈ കാലഘട്ടത്തിൽ ഒരു മന്ത്രി ഉപയോഗിക്കുമ്പോൾ അതിലെ തെറ്റെന്താണെന്ന് അദ്ദേഹം ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നതാണ്. അർജുൻ, ഒരിക്കൽ അതായത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതേ സുരേഷ് ഗോപി ഇവിടെ വേർതിരിവില്ലാതാക്കാൻ വേണ്ടിയാണ് സംസാരിച്ചതെന്ന്. വേർതിരിവില്ലാണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ മുന്തിയ കുലത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വേണം ഭരിക്കാൻ വരാൻ എന്ന് പറയുന്നിടത്ത് എന്ത് വേർതിരിവില്ലായ്മയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതായത് മാധ്യമങ്ങളോട് ക്ഷുഭിതനാവുകയാണല്ലേ വീണ്ടും.
തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പറയുന്ന കാര്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്താവനകളാണ്. ആ പ്രസ്താവനകളെ നമ്മൾ എടുത്തെന്തോ അദ്ദേഹത്തെ ആക്രമിക്കുന്ന രീതിയിൽ അത് വളച്ചൊടുക്കുകയാണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം വരുന്നത്. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ട് കൊടുത്തില്ല എന്ന് പറയുന്നു, പക്ഷേ നമ്മളടക്കമുള്ള മാധ്യമങ്ങളിൽ അത് കൊടുത്തതാണ്. അതടക്കം ലൈവിൽ നേരത്തെ പോയതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈ മുന്നോക്ക വിഭാഗക്കാർക്കുള്ള ക്ഷേമത്തിന് പ്രത്യേകമായിട്ടൊരു വകുപ്പുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു ഗോത്രവർഗ്ഗക്കാരനെ കൊണ്ട് ഇരുത്തണമെന്നുള്ള അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് പോലും അതിലൊരു ബോധ്യമുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ അവിടെ അദ്ദേഹം പറഞ്ഞതിനെ എങ്ങനെ ന്യായീകരിക്കാം എന്നുള്ളത് രണ്ടാമത്തെ പ്രസംഗത്തിലൂടെ അദ്ദേഹം കാണിച്ചു തന്നു. അവിടെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ്. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, രണ്ടാമത് നടത്തിയ വിശദീകരണവും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താനത് പിൻവലിക്കുകയാണ് എന്ന് തന്നെ കൊടുത്തോളൂ എന്നുള്ളതാണ്. പിൻവലിക്കുന്നു എന്ന് പറയുകയല്ല, പിൻവലിക്കുകയാണ് എന്ന് തന്നെ കൊടുത്തോളൂ എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അവസാനമായി ഉണ്ടായിരിക്കുന്നത്. അത് പക്ഷേ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ തീർച്ചയായിട്ടും അങ്ങനെയടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തോ നമ്മൾ അദ്ദേഹത്തെ മനഃപൂർവ്വം കോർണർ ചെയ്ത് ആക്രമിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോടക്കം ക്ഷുഭിതമായി തന്നെ സംസാരിച്ചത്. ശരി, അർജുൻ പീതാംബരനാണ് ജലീൽ ഇന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോഴും പ്രസ്താവന പിൻവലിക്കുന്നു ഞാനെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പിൻവലിച്ചേക്കാം, അതാണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്.